ഇന്ത്യ US വ്യാപാര കരാറിൽ പ്രതീക്ഷയുടെ പുത്തനുണർവ് ഉണ്ടാകുമെന്ന തോന്നൽ ജനിപ്പിക്കും വിധമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതീക്ഷയ്ക്ക് കാരണം എന്താണെന്നല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. നോക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. ഇന്ത്യക്ക് മേൽ US അന്യായ നികുതി ചുമത്തിയ ശേഷം ട്രംപിന്റെ കോളുകൾ മോദി നിരസിച്ചുവെന്ന വാർത്ത നിരാശയോടെയാണ് ലോകം വീക്ഷിച്ചത്. നിലവിൽ ഇരുവരും തമ്മിൽ സംസാരിച്ച കാര്യം മോദി തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചത്. പ്രസിഡന്റ് ട്രംപുമായി വളരെ സൗഹൃദപരവും ഊഷ്മളവും ആകർഷകവുമായ സംഭാഷണം നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളിലെ പുരോഗതി അവലോകനം ചെയ്യുകയും പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ആഗോള സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയ്ക്കായി ഇന്ത്യയും US ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നാണ് മോദി എക്സിൽ കുറിച്ചത്. ഇരുവർക്കുമിടയിലെ സൗഹൃദം ശക്തമായി തിരിച്ചുവരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് മോദിയുടെ ഈ ട്വീറ്റ്. ഇത് ഇന്ത്യ US വ്യാപാര കരാറിന് കൂടുതൽ കരുത്ത് നൽകുന്നു. ഇരു രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഉടൻ ഒരു ധാരണയിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ കരാർ ഈ വർഷം തന്നെ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. ഒരുപക്ഷെ ജനുവരിയിൽ കരാർ യാഥാർത്ഥ്യമായേക്കും. ക്രിസ്മസ് പ്രമാണിച്ച് US നീണ്ട അവധിയിലേക്ക് കടക്കുന്നതാകാം ചർച്ച നീണ്ടുപോകാൻ കാരണം. ചർച്ചയിൽ ഇന്ത്യ US തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു എന്നാണ് സൂചന. എല്ലാ മേഖലകളിലും തുടർച്ചയായി ശക്തിപ്പെടുത്തുന്ന ഉഭയകക്ഷി സഹകരണത്തിൽ ഇരുവരും സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആഗോള സമാധാനം, സമൃദ്ധി, സ്ഥിരത എന്നിവയ്ക്കായി ഇന്ത്യയും US ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും വ്യക്തമാകുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെയാണ് ഇന്ത്യ US തലവന്മാരുടെ ഈ സംഭാഷണം എന്നതും പ്രധാനമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ട്രംപും ഊന്നി പറയുന്നു. നിർണായക സാങ്കേതിക വിദ്യകൾ, പ്രതിരോധം, ഊർജം, സുരക്ഷ എന്നിവയുൾപ്പെടെ മുൻഗണനാ മേഖലകളിൽ സഹകരണം പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് തീരുമാനം. എല്ലാ മേഖലകളിലും സഹകരണം മെച്ചപ്പെടുത്തുന്നതിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലോകത്തെ രണ്ട് വമ്പൻ ശക്തികളുടെ തലവന്മാർ സംസാരിക്കുമ്പോൾ ആഗോള കാര്യങ്ങൾ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വിവിധ പ്രാദേശിക ആഗോള വികസനങ്ങൾ മോദിയും ട്രംപും തമ്മിൽ ചർച്ച ചെയ്തു എന്നാണ് വിവരം. വെല്ലുവിളികൾ ചേർന്ന് പങ്കിടാനും പൊതു താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഇരുവരും സമ്മതം അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഇടപെടുന്നുവെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ഉടൻ ഉണ്ടായേക്കും. ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകളുടെ ഭാഗമായി ഇന്ത്യൻ വാണിജ്യ സെക്രട്ടറി രാകേഷ് അഗർവാളും US ഉപവ്യാപാര പ്രതിനിധി റിക് സ്വിറ്റ്സറും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US വ്യാപാര സാമ്പത്തിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ പ്രവേശനം കിട്ടുന്നതിനാണ് അമേരിക്കയുടെ ശ്രമം. കാർഷിക മേഖലയാണ് അവർ മുഖ്യമായും ലക്ഷ്യം വെക്കുന്നത്. 50% പ്രതികാര തീരുവ ഏത് വിധേനയും ഒഴിവാക്കുന്നതിനായി US ആവശ്യങ്ങൾക്ക് വഴങ്ങുന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത്. അമേരിക്ക 50% പ്രതികാര തീരുവ ചുമത്തിയതിനെ തുടർന്ന് ഒക്ടോബറിൽ US-ലേക്കുള്ള കയറ്റുമതിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 9% ഇടിവ് സംഭവിച്ചിരുന്നു. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ US-ലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി 28.5% ഇടിഞ്ഞു. അമേരിക്കയുമായി ഉഭയകക്ഷി വ്യാപാര കരാറിനുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞിരുന്നു. വളരെ ക്രിയാത്മകമായ ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ രണ്ട് രാജ്യങ്ങൾക്കും പ്രയോജനകരമാകുമ്പോൾ മാത്രമേ ഒരു കരാർ ഉണ്ടാവുകയുള്ളൂ എന്നും ഗോയൽ പറഞ്ഞിട്ടുണ്ട്. സമയപരിധി വെച്ച് ഞങ്ങൾ ഒരിക്കലും ചർച്ചകൾ ചെയ്യില്ല, കാരണം അപ്പോൾ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഗോയൽ കൂട്ടിച്ചേർത്തു. എന്തുതന്നെയായാലും ഡൊണാൾഡ് ട്രംപും മോദിയുമായുള്ള സൗഹൃദം കരുത്താർജിക്കുന്നതോടെ വ്യാപാര കരാറിൽ ഉടൻ തന്നെ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷ.